ഹലോ എവരിവൺ, യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സിനെ നേടാൻ സഹായിക്കുന്ന ഒന്നാണ് ട്രെൻഡിങ് ടോപ്പിക്സ്. ഫ്രീ ടൂൾസ് ഉപയോഗിച്ച് എങ്ങനെ ട്രെൻഡിങ് ടോപ്പിക്സ് കണ്ടുപിടിക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ആദ്യം തന്നെ നമുക്ക് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന ഫ്രീ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് എക്സ്പ്ലോറിംഗ് ടോപ്പിക്സ് എന്നത്. അത് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. റിസൾട്ടിൽ ഏറ്റവും ടോപ്പിൽ തന്നെ നമുക്ക് എക്സ്പ്ലോറിംഗ് ടോപ്പിക്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. അവിടെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് ഓപ്പൺ ആയി വരിക. ഇവിടെ നമുക്ക് കാറ്റഗറീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. കാറ്റഗറീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഏത് മേഖലയിൽ വേണമെങ്കിലും ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. കാറ്റഗറീസിൽ കുറേ അധികം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഞാനിവിടെ മാർക്കറ്റിംഗ് ആണ് ചൂസ് ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് മേഖല വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. അതിലെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്ത മേഖലയെ മാർക്കറ്റിംഗായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് ഈ ഗ്രീൻ കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ്. അതുപോലെ ബ്ലൂ കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റെഗുലർ ആയിട്ട് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ടോപ്പിക്കാണ്. ഇതുപോലെ തന്നെ ഏറ്റവും പീക്ഡ് ആയിട്ടുള്ളതാണ് റെഡ് കളറിലൂടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കുറേ അധികം ട്രെൻഡിങ് ടോപ്പിക്സ് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും ടോപ്പിൽ തന്നെ കാണിക്കുന്നത് വൺ വേർഡ് ക്യാപ്ഷനും ക്രെല്ലോ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൻ്റെ ഷോർട്ട് ഡിസ്ക്രിപ്ഷനും നമുക്ക് അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് ട്യൂബഡി എന്ന് പറയുന്നത്. ട്യൂബഡി ഉപയോഗിച്ച് ഇതിൻ്റെ പോപ്പുലാരിറ്റിയും ട്രെൻഡിങ്ങും എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സെർച്ച് ബാറിന് അടുത്തായിട്ട് നമുക്ക് ട്യൂബഡിയുടെ ഡാഷ്ബോർഡിലേക്ക് എനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും. അവിടെ ഓപ്പൺ ചെയ്യേണ്ടതാണ്. ട്യൂബഡി എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ട്യൂബഡിയുടെ എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. നമ്മളിവിടെ ട്യൂബഡിയുടെ കീവേഡ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഫീച്ചർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്ത ടോപ്പിക്കിനെ കുറിച്ചുള്ള റിസർച്ച് നടത്താൻ പോകുന്നത്. അതിനുവേണ്ടി കീവേഡ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് ഓപ്പൺ ആയി വരിക. ഇവിടെ നമുക്ക് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ നിന്ന് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ റീജിയൻ സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ റീജിയൻ സെറ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ടുള്ള ട്രെൻഡിങ് ടോപ്പിക്സ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇവിടെ മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ നമ്മൾ സെലക്ട് ചെയ്ത ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് റിസർച്ച് നടത്താവുന്നതാണ്. ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ആദ്യത്തെ ടോപ്പിക്ക് വൺ വേർഡ് ക്യാപ്ഷൻ എന്നാണ്. അതിനെക്കുറിച്ച് ഞാനിവിടെ റിസർച്ച് നടത്താൻ പോവുകയാണ്. നമ്മളിവിടെ നമ്മുടെ കീവേഡ് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 3 ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കും. ഇത് തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഓപ്ഷൻസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ എൻ്റർ ചെയ്ത വൺ വേർഡ് ക്യാപ്ഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചുള്ള റിസൾട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇതിന് 47 ഔട്ട് ഓഫ് 100 ആണ് ഇതിൻ്റെ സ്കോർ കാണിക്കുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. കാരണം ഏറ്റവും കൂടുതൽ സ്കോർ വാല്യൂ അറ്റൈൻ ചെയ്യുന്ന ഏത് ടോപ്പിക്കാണോ അതാണ് ഏറ്റവും വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഉചിതമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ക്രെല്ലോ എന്ന ടോപ്പിക്കാണ് ഇനി എക്സ്പ്ലോർ ചെയ്യുന്നത്. നമ്മുടെ ടോപ്പിക്കിൻ്റെ ഓവറോൾ സ്കോർ ഇവിടെ അവൈലബിൾ ആണ്. ഇത് എക്സലൻ്റ് ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്കിവിടെ അൺവെയ്റ്റഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് കിട്ടുന്നത്. കാരണം ഞാൻ ഇതിൻ്റെ ഫ്രീ ടൂളാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ പോലും നമുക്ക് റിസർച്ച് നടത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ നിന്ന് അവൈലബിൾ ആണ്. നമുക്കിനി ഇതിൻ്റെ സ്കോർ അനാലിസിസ് നോക്കാം. ഇവിടെ നമുക്ക് സെർച്ച് വോളിയം എക്സലൻ്റ് ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സെർച്ച് വോളിയം ഉള്ളൊരു ടോപ്പിക്കാണിത്. കോമ്പറ്റീഷൻ സ്ട്രെങ്ത് വെരി ഗുഡ് കാണിക്കുന്നുണ്ട്. ഒപ്റ്റിമൈസേഷൻ സ്ട്രെങ്ത്തും വെരി ഗുഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന ഒരു കണ്ടൻ്റാണിത്. അതോടൊപ്പം ക്രെല്ലോയുടെ വീഡിയോ സെർച്ച് റിസൾട്ടും മന്ത്ലി സെർച്ച് എസ്റ്റിമേഷനും ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ക്രെല്ലോയുടെ യൂട്യൂബായി റിലേറ്റ് ചെയ്തിട്ടുള്ള കീവേഡ് അനാലിസിസ് നോക്കാം. ഇവിടെ നമുക്ക് യൂട്യൂബിലെ ഇൻട്രസ്റ്റ് ഓവർ ടൈം നമുക്ക് അറിയാൻ സാധിക്കും. ഗ്രാഫിൻ്റെ സെർച്ച് വാല്യൂ ഓരോ ദിവസവും ഉയരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഉചിതമായൊരു ടോപ്പിക്കാണിത്. ഇവിടെ നമുക്ക് 30 ഡേയ്സിലെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 12 മന്ത്ലിയും ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. ഇൻട്രസ്റ്റ് ഓവർ ടൈമിൻ്റെ താഴെയായിട്ട് എക്സാക്ട് മാച്ചസ് അവൈലബിൾ ആണ്. എത്രത്തോളം എക്സാക്ട് മാച്ചസ് കുറയുന്നോ അത്രയും നല്ല ടോപ്പിക്കാണ്. നമുക്ക് അത്രയും കോമ്പറ്റീഷൻ കുറവാണ് അതിൽ. ക്രെല്ലോ ആയി റിലേറ്റ് ചെയ്ത ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന ടോപ്പിക്സ് ആണ് റിലേറ്റഡ് സെർച്ചസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമുക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ്. അടുത്ത ഓപ്ഷൻ ഗൂഗിളാണ്. അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് ക്രെല്ലോ ആയി റിലേറ്റ് ചെയ്ത് ഗൂഗിളിലെ ലാസ്റ്റ് 30 ഡേയ്സിലെയും 12 മന്ത്സിലെയും ഇൻട്രസ്റ്റ് ഓവർ ടൈമും റിലേറ്റഡ് സെർച്ചസും അവൈലബിൾ ആണ്. അടുത്ത ഓപ്ഷൻ വീഡിയോ ടോപ്പിക്സ് ആണ്. ക്രെല്ലോ ആയി റിലേറ്റ് ചെയ്ത ഏറ്റവും നല്ല 3 വീഡിയോ ടോപ്പിക്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് വീഡിയോ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് ആക്ഷൻ എന്ന് പറയുന്ന ഫീച്ചർ ഉപയോഗിച്ച് കോപ്പി ടു ക്ലിപ്പ് ബോർഡ് വഴി സെലക്ട് ചെയ്ത് സേവ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത ഓപ്ഷൻ കോമൺ ടാഗ്സ് ആണ്. ക്രെല്ലോ ആയി റിലേറ്റ് ചെയ്തിട്ടുള്ള കോമൺ ടാഗ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്.
ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ടാഗുകൾ സെലക്ട് ചെയ്ത് ആക്ഷൻ എന്ന ഫീച്ചർ ഉപയോഗിച്ച് കോപ്പി ചെയ്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന ഒന്നാണ്. നമ്മൾ എൻ്റർ ചെയ്ത ടോപ്പിക്കായി റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സാക്ട് മാച്ചിങ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതിന് റിസൾട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ റിസൾട്ട് വഴി ഈ ടോപ്പിക്കായിട്ട് കോമ്പറ്റേറ്റ് ചെയ്യാവുന്ന വീഡിയോസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള വീഡിയോസിന്റെ റാങ്കിങ് ലിസ്റ്റ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ റിസൾട്ട് യൂസ് ചെയ്ത് വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് ട്യൂബഡി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഒരു ദിവസം 25 കീവേഡാണ് സെർച്ച് ചെയ്യാൻ സാധിക്കുന്നത്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ 24 മണിക്കൂറിന് ശേഷമേ നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.